ഒരിടത്തൊരു ഗ്രാമത്തിൽ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ യുവാവുണ്ട്. പാവത്തിന് ഒരു കാല് ശാരീരക്ഷമതയില്ല, അദ്ദേഹത്തിന് ഒരു കാലില്ല, മുട്ടിന് താഴെ തളർന്നു പോയതാണ്. അങ്ങനെയുള്ള നമ്മുടെ നാരായണൻകുട്ടിയെ അവിടുത്തെ ബ്രൈറ്റ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബിലെ ആഭിമുഖ്യത്തിൽ ലാസർ മുതലാളി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ആ ഒരു സ്ഥലത്തെ പ്രധാന ധനികനാണ്. അപ്പോൾ ലാസർ മുതലാളി സംഘവും ചേർന്ന് അദ്ദേഹത്തിന് ഒരു കൃത്രിമ കാല് വെച്ചു കൊടുക്കും. പിന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയ കട ഇട്ട് കൊടുക്കും. അപ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലാസർ മുതലാളി തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നാരായണൻകുട്ടിക്ക് ഒറ്റയ്ക്ക് കാൽ വയ്യാത്തതുകൊണ്ട് കട നടത്താൻ പറ്റില്ല, അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൂട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യണേ. ഈ അപ്പൂട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റൗഡിയാണ് കേട്ടോ, നെഗറ്റീവ് ഷെയ്ഡുള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാരായണൻകുട്ടിയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നാരായണൻകുട്ടി നമ്മുടെ ശ്രീദേവി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ കണ്ട മാത്രം തന്നെ ഇഷ്ടത്തിലാവുന്നു. അപ്പോൾ ഇരുവരുടെയും പ്രണയം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുക ഒരു സംഭവം നടക്കുന്നു. അപ്രത്യക്ഷം ഒരു ടെസ്റ്റ് സംഭവിക്കുന്നു. വേറൊന്നുമല്ല, ആ നാട്ടിലെ ഹേമ എന്ന് പറഞ്ഞ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അപ്പോൾ ആരാ കൊന്നതാണെന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ച് നമ്മുടെ നാരായണൻകുട്ടി അടുത്ത് എത്തുന്നു. അപ്പോൾ നാരായണൻകുട്ടിയെ പോലീസുകാർ ചോദിക്കുക, അതിക്രൂരമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു തുമ്പ് എത്തുന്നു, ഒരു ചാക്ക് എത്തുന്നു. അപ്പോൾ അത് അപ്പൂട്ടിയുടെ ആണെന്ന് പറയുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുന്നു, ഇനി അപ്പൂട്ടിയാണ്. അപ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാം നാരായണൻകുട്ടിയാണെന്ന് ചെയ്തില്ല, ഇനി അപ്പൂട്ടിയാണോ ചെയ്തത് എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് കഥ വേറൊരു രീതിയിലോട്ടാണ് പോകുന്നത്. അതായത് അപ്പൂട്ടി നമ്മുടെ ലാസർ മുതലാളിക്ക് സഹായം ചോദിക്കുന്നു, ലാസർ മുതലാളി കൈ മലർത്തുന്നു. അങ്ങനെ ലാസർ മുതലാളി അപ്പൂട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാരായണൻകുട്ടി ഇങ്ങനെ വിഷമനായിട്ട് ഇരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നില്ല. അപ്പോൾ നിന്ന് അപ്പൂട്ടിയെ കണ്ടുമുട്ടുന്നു. അപ്പം ഇരുവരും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ആകുന്നു. അങ്ങനെ അപ്പൂട്ടി തുറന്ന് പറയാണ്, എന്നെ നിന്നെയൊക്കെ കബളിപ്പിക്കുകയാണ് ലാസർ മുതലാളി, അയാളാണ് ഹേമയെ കൊന്നത്. അതെ, എത്രയോ മാന്യമായെന്ന് കരുതുന്ന ലാസർ മുതലാളിയാണ് ഹേമയെ കൊന്നതെന്ന് അപ്പൂട്ടി പറയും. അങ്ങനെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ നമ്മുടെ നാരായണൻകുട്ടി വന്നിട്ട് ലാസർ മുതലാളി തമ്മിൽ ക്ലീൻ ഫൈറ്റ് ഉണ്ടാകും. ഇതിനിടയ്ക്ക് നമ്മുടെ അപ്പൂട്ടി വന്നിട്ട് നാരായണൻകുട്ടിയും അപ്പൂട്ടികളെ ചേർന്ന് നമ്മുടെ ലാസർ മുതലാളി തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം ഇടിച്ചിടിച്ച് പരിവാക്കിയിട്ട് അവസാനം കാര്യം പറയാൻ വന്നു. അപ്പോൾ നാട്ടുകാരോട് ലാസർ മുതലാളി പറഞ്ഞു, ഞാനാണ് ഹേമയെ കൊന്നെന്ന് പറയും. പിന്നെ നാട്ടുകാർ കയറി അദ്ദേഹത്തെ പൊങ്കാലിടുമല്ലോ. അപ്പം ഞാൻ ഈ ഒരു കഥ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ കഥയാണ്, നടന്ന സംഭവം അല്ല, ഒരു സിനിമയുടെ കഥയാണ്. ഇത് ഇത്രയും പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ വില്ലനെ പറ്റി പറയാനാണ്. നാരായണൻകുട്ടി എന്ന് പറഞ്ഞ നായക കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജയറാമാണ്. അതുപോലെ അപ്പൂട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്ന നമ്മുടെ വെറ്ററിനായ മുരളിയാണ്. അതുപോലെ ശ്രീദേവി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത് ചാർമിയാണ്. ലാസർ മുതലാളി എന്ന് പറഞ്ഞിരുന്ന കഥാപാത്രം വില്ലന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ വില്ലൻ ആരായിരിക്കും? ഒരു സ്ഥിരം വില്ലൻ മുഖങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നാവുമെന്ന് വിചാരിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല. ഈ വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇന്നസെന്റ് ആണ്. അതെ, ഇന്നസെന്റ് തന്നെ. ഇന്നസെന്റ് എന്ന് കേൾക്കുമ്പോൾ അത്യാവശ്യം ചിരിച്ചുകൊണ്ട് കോമഡി പറയുന്ന ഒരു ഹാസ്യ നടനെയാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന. സുഹൃത്തുക്കളെ, തുടക്കം മുതൽ നമ്മൾ ലാസർ മുതലാളി ചിരിയും കളിയൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ തോന്നും ഇയാൾ ഇന്ന് സ്ഥിരം ചെയ്യുന്ന റോൾ തന്നെയാണെന്ന് തോന്നും. പക്ഷേ ഒരു പകുതി അങ്ങോട്ട് കഴിയുമ്പോൾ ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു മാറ്റമുണ്ട്. അതായത് അയാൾ ഒരു അതിക്രൂരനായ വില്ലനാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വില്ലനാണ് എന്നുള്ളത് സ്വഭാവ രീതി അങ്ങോട്ട് മാറുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കാണുന്നത് വേറൊരു ലാസർ മുതലാളിയാണ്. ഈ ലാസർ മുതലാളിയുടെ ഈ നെഗറ്റീവ് ഷെയ്ഡ് ഇന്നസെന്റ് ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും നമുക്ക് ഇന്നസെന്റ് ആണെന്ന് തോന്നത്തില്ല. ആ ഒരു രീതിയിലാണ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രൂരത വെളിപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് തന്നെ ഈ ഒരു ലാസർ മുതലാളി കൈ ഇടിക്കാൻ തോന്നും. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനോട് ഈ ഒരു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിപ്പം ജയറാം ആണെങ്കിലും നമ്മുടെ മുരളിയാണെങ്കിലും ഇവരെല്ലാം ഡിഫീറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഇന്നസെന്റ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 1991 റിലീസ് ചെയ്ത ഭാരതൻ സംവിധാനം ചെയ്ത ജോൺ പോൾ കഥ എഴുതിയ കേളി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം കേളി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇന്നസെന്റ് ഇത്ര നെഗറ്റീവ് ഷെയ്ഡുള്ള ഈ ലാസർ മുതലാളി എന്ന് പറഞ്ഞ കഥാപാത്രം. ഇതിനോട് മുമ്പ് തന്നെ നമുക്കറിയാം ഇന്നസെന്റ് പല നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ കേളി എന്ന് പറഞ്ഞ സിനിമയിലാണ്. എല്ലാ തരത്തിലും ഒരു ഗംഭീര സിനിമയാണ്, കഥ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും നിറഞ്ഞാടിയ സിനിമയാണ് കേളി. അപ്പോൾ ഈ കേളി എന്ന് പറഞ്ഞ സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രം എങ്ങനെ ഉണ്ടായിരിക്കും? ഇത് കാണാത്തവരുണ്ടായിരിക്കും, കണ്ടവരുണ്ടായിരിക്കും ഈ ഒരു സിനിമ. എങ്കിലും ഇന്നസെന്റിന്റെ കഥാപാത്രത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ.